ഇന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് അടുപ്പത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ കുറച്ച് നല്ലോണം വെണ്ണീറൊക്കെ ഉണ്ടായിന്. വെണ്ണീറൊക്കെ കോരി ഓലക്കൊടിയൊക്കെ വെച്ച് അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടും ചെറുപയർ കറിയാണ്. അപ്പോൾ ആദ്യം ചെറുപയർ കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ചെറുപയർ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ കഴുകി അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ അനിയത്തിക്കുട്ടി കട്ടൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കട്ടൻ ചായ പതിവാണ്. അപ്പോൾ അവൾക്ക് ചായയൊക്കെ കൊടുത്തു, അതേപോലെ ഉമ്മാക്കും ചായയൊക്കെ കൊടുത്തു. പിന്നെ പുട്ടൊക്കെ വേഗം ചുട്ടെടുക്കുന്നുണ്ട്. പുട്ടുപൊടി അതിൻ്റെ അടിയിൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ലല്ലോ, ഷോർട്ട് വീഡിയോ അല്ലേ. അങ്ങനെ പുട്ടൊക്കെ ആവി കയറ്റാനൊക്കെ വെച്ചത് ആ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. പുട്ടൊക്കെ വാഴൻ്റെലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഴൻ്റെല ഇപ്പോൾ ഒരു ട്രെൻഡാണ് കേട്ടോ. എനിക്ക് എപ്പോഴും വാഴൻ്റെല വേണം. പിന്നെ നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗം വാഴ ആയതുകൊണ്ട് വാഴൻ്റെലക്ക് നമുക്കൊരു പഞ്ഞമില്ല. അങ്ങനെ പുട്ടൊക്കെ ചുട്ടെടുത്തു. അതേപോലെ ചെറുപയറു കറി ആയിട്ടുണ്ട്. അപ്പോൾ കറി ഞാനൊന്ന് തൂമിച്ചെടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി. പുട്ടും കടലക്കറി നല്ല കോമ്പിനേഷൻ അല്ലേ. അതേപോലെ തന്നെ പുട്ടും ചെറുപയർ കറിയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കടലക്കറിൻ്റെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ്. അപ്പം ഇന്ന് തേങ്ങയൊന്നും അരക്കാത്ത ചെറുപയർ കറി കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തതുകൊണ്ടേ കറി അത്യാവശ്യം നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് അരിനെല്ലിക്ക കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ പോയാന്ന് വാങ്ങിച്ചതേന് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ തിന്ന് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അത് അച്ചാറിടാന്ന് വിചാരിച്ചിട്ട് വേഗം അതും അച്ചാറിടുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനും. പിന്നെ വേഗം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ കുറച്ച് കാന്താരിമുളകും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ഇട്ട് കൊടുത്തു, വഴറ്റി കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടി ചേർക്കാൻ അടുത്ത് അച്ചാർ പൊടി ഇല്ലേ, ഞാൻ വെറും മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ നമ്മൾ കഴുകി വെച്ച അരിനെല്ലിക്കൈക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സുർക്കയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര അല്ലെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചൂടാറിയിട്ട് പിന്നെ ഞാനത് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടോ. പിന്നെ കുറേ തുണികളുണ്ട് ഇനി അലക്കാൻ. അപ്പോൾ പുഴയിൽ പോയി. പുഴ കാണുമ്പം തന്നെ നമുക്ക് എന്താ പറയുക, കുളിക്കാനൊക്കെ തോന്നും. നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. അതേപോലെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഐഫക്കുട്ടിയും റിച്ചുമോനും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. ഓരെയും കൂട്ടിയിട്ടാണ് പുഴയിൽ പോയത്. പിന്നെ മക്കളെ വീഡിയോയിൽ കാണിക്കുമെന്ന് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ആൾക്കാർക്ക് മക്കളറിയാം. പക്ഷേ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഫോളോവേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൊന്നും അറിയില്ല. അപ്പം ഇനി ഇൻഷാല്ലാ ഞാൻ കാണിക്കുന്നുണ്ട്.